ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറയുവാൻ പൂർണ്ണമായും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാണുന്നു. നിങ്ങളോട് ദൈവം ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ ഒരു പ്രസംഗം പറഞ്ഞ് നിർത്തുക അല്ലെങ്കിൽ ഒരു ടോക്ക് പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു അഭിഷേകമായിട്ട് വരണം. അതാണ് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ദൈവവചനം പറയുന്നത് അത് കഴിവല്ല. നമ്മൾ കഴിവിൽ ആശ്രയിച്ച് പറഞ്ഞാൽ ഒരു ഗുണം കിട്ടും. കേൾക്കുന്ന ചില ആളുകൾക്ക് പ്രസംഗിക്കാൻ കഴിവുണ്ടെന്ന്, എനിക്ക് കഴിവുണ്ടെന്ന് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നും. ഞാൻ ദൈവത്തിൻ്റെ ശക്തിയിലും കൃപയിലും ആശ്രയിച്ച് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തൊടുന്ന അനുഭവം ഉണ്ടാവും. പ്രിയപ്പെട്ടവർ, ഇന്ന് അത് പറയുകയല്ല, എങ്കിലും ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാണ്. ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ഉള്ളിൽ നമുക്ക് ചില വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെ കണ്ണിലുണ്ടാകുമ്പോഴാണ്, നമ്മുടെ വിഷമത്തിലുണ്ടാകുമ്പോഴാണ് നമ്മൾ ദൈവത്തെ കാണുന്നത്. ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് ബൈബിളിലുണ്ടല്ലോ. പക്ഷെ ഞാൻ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, ദൈവത്തെ കാണാൻ പറ്റും. ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവത്തെ കണ്ടിട്ടുണ്ട്. എങ്ങനെ കണ്ടിട്ടുണ്ട്? ഒരു വലിയ പ്രതിസന്ധിയിൽ ആകെ ഒറ്റപ്പെട്ട അവസരത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ചില സങ്കടങ്ങളിൽ ഒരു വ്യക്തി പറഞ്ഞു, ആ വ്യക്തിക്ക് ഒരു രോഗം, 23 വയസ്സുള്ള ചെറുപ്പക്കാരനാണ്. അമ്മ എൻ്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചത്, എൻ്റെ മകന് 7 മാസമാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ. അതുകൊണ്ട് 7 മാസത്തിനുള്ളിൽ എൻ്റെ മകൻ മരിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം അവനുള്ള രോഗം എന്താണെന്ന് ഇന്ന് വരെ ഒരു ആശുപത്രിക്കാരും കണ്ടുപിടിച്ച് തന്നിട്ടില്ല. അതായത് യൂറിന് പകരം ബ്ലഡ് പോകുന്ന രോഗമാണ്. വേറെ രോഗമൊന്നുമില്ല. ആൾ മെലിഞ്ഞ് ശോഷിച്ച് എല്ലും കൂടുമായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ വേദന കൊണ്ട് ഞെരിവിളി കൊള്ളും, കട്ടിലേ കിടന്നിങ്ങനെ പൊളയുമെന്നാണ് പറഞ്ഞത്. ഇത് കാണാൻ നിന്നവർക്കെല്ലാം വേദനയാണ്. അതുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ്, 7 മാസം കഴിഞ്ഞ് ഒരു ദിവസം പോലും എൻ്റെ മകൻ ജീവിക്കരുത്, എനിക്കത് അവൻ വേദനിക്കുന്ന കാണാൻ പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിക്കുക. ആ വ്യക്തി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, യൂറിന് പകരം ബ്ലഡാണ് പോകുന്നത്. എന്ത് രോഗമാണെന്നറിയില്ല, ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മരണത്തിലേക്കാണ് പോകുന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ കാണുന്നുണ്ടെന്ന്, വേദന കൊണ്ട് ഞെരിവിളി കൊള്ളുമ്പോൾ എൻ്റെ നെറ്റിത്തടത്തിൽ ചില തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയാണ്, ദൈവം തൊടുന്നതാച്ചാ അത്. ഞാൻ ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആരോ പിടിക്കുന്നു. ഞാൻ പെട്ടെന്ന് നോക്കും കയ്യിലേക്ക് ആരാ പിടിച്ചതെന്ന്. ആരും കാണിയല്ല. ആരോ ഒരാൾ ബലത്തിൽ മുറുക്ക പിടിച്ച പോലെ തോന്നും. ദൈവം എൻ്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ തൊടും, ദൈവം നമ്മളെ കയ്യിൽ പിടിക്കും, ദൈവം നമുക്ക് ബലം തരും. പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ ബുദ്ധിക്കും കഴിയാത്തതായിട്ടൊന്നുമില്ല എന്ന്. എന്നാൽ ശ്രദ്ധിച്ചേ, നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും നമ്മുടെ കഴിവിനും അധികമായി ചെയ്തു തരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിലൂടെ അല്പനേരം പറയുന്നത് ഒരു നല്ല വിഷയമാണ്. ആ വിഷയം, നമ്മുടെ തടസ്സങ്ങളൊക്കെ മാറാൻ എന്താ ചെയ്യേണ്ടേ? 3 പ്രാർത്ഥനാ രീതിയുള്ളൂ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ മാറാൻ. അതിനപ്പുറത്ത് ഒരു തടസ്സവും ഇല്ല. 3 രീതികൾ നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വിഷയമാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മൾ പലരും പറയില്ലേ, ജോലിക്ക് തടസ്സമാണ്, വീട് വെക്കാൻ തടസ്സമാണ്, കുഞ്ഞിൻ്റെ കല്യാണത്തിന് തടസ്സമാണ്. തടസ്സം എന്ന് പറയുന്നൊരു കാര്യമില്ലേ? തടസ്സമാണ്, പ്രശ്നമാണ്, വിസ ശരിയാകുന്നില്ല. ഈ തടസ്സം മാറാൻ എന്നാ ചെയ്യണ്ടേ? അതിനൊരു നല്ല ഉത്തരം ബൈബിളിലുണ്ട്. തടസ്സങ്ങൾ മാറാൻ 3 കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യേണ്ടത്. ഒന്ന്, ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ തടസ്സം മാറാനുള്ള ഒരു വഴി ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ തടസ്സം മാറാൻ വേണ്ടി ദൈവം ചെയ്തൊരു കാര്യം, ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, കാനാൻ ദേശത്തേക്ക് പോവുക, കാനാൻ ദേശത്തേക്ക് പോകണം. കാനാൻ ദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് 3 തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ തടസ്സം ജോർദാൻ നദി എന്ന തടസ്സമാണ്. ജോർദാൻ നദി, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവം ആഗ്രഹിച്ച സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞതനുസരിച്ച് പോവുകയാണ്. എന്നിട്ടും തടസ്സമാണ്. തടസ്സം വരുന്ന ജോർദാൻ നദി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ജോർദാൻ നദി കര കവിഞ്ഞൊഴുകുന്ന സമയമാണ്. അതായത് അവിടെ ഇറങ്ങിയാൽ ഒഴുക്കിപ്പെട്ടു പോകും. ഭയങ്കര തടസ്സമാണ്. ഈ തടസ്സം മാറാൻ ദൈവം ഒരു കാര്യമാണ് പറഞ്ഞത്. ആ വചനം ഇതാണ്: പുരോഹിതന്മാരുടെ സാന്നിധ്യം വേണമെന്ന് പറഞ്ഞു. അവിടെ തടസ്സം മാറാൻ വേണ്ടി ദൈവം ഒരു വഴി കൊടുക്കുകയാണ്. ഒന്നാമത്തെ തടസ്സം മാറാൻ പുരോഹിതന്മാരെ കൊണ്ടുവരാൻ പറഞ്ഞു. പുരോഹിതന്മാരെ കൊണ്ടുവന്നിട്ട് എന്നാ ചെയ്തതെന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്. ഏത് പുരോഹിതന്മാരെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
ദൈവത്തിൻ്റെ പേടകം ചുമക്കുന്ന പുരോഹിതന്മാരായിരിക്കണം. എല്ലാ പുരോഹിതന്മാരെയും കൊണ്ടുവരണ്ട, ദൈവത്തിൻ്റെ പേടകം ചുമക്കുന്ന ആളായിരിക്കണം ആ വ്യക്തി. അങ്ങനെയുള്ള പുരോഹിതന്മാരെ കൊണ്ടുവന്നിട്ട് ഈ പേടകം ചുമക്കുന്ന പുരോഹിതന്മാരെ മുന്നിൽ നിർത്തി അവരുടെ കാല് ഈ ജോർദാൻ്റെ വെള്ളത്തിൽ തൊടണം, തടസ്സം മാറുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ തടസ്സം മാറുന്ന അങ്ങനെയാണ്. നമ്മൾ പലരും പല തടസ്സങ്ങളുടെ മുമ്പിൽ പിറുപിറുത്തോണ്ടായിരിക്കുന്നത്. ചില തടസ്സങ്ങൾ ചില ദൈവകൃപ ഉള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള, അഭിഷേകം ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും വഴി നമ്മുടെ ജീവിതത്തിലെ കുറേ പ്രതിസന്ധികളും തടസ്സങ്ങളും മാറും. എന്നാൽ പുരോഹിതന്മാരുടെ പ്രാർത്ഥന മൂലം എല്ലാ തടസ്സങ്ങളും മാറുന്നില്ല. എവിടെ പ്രശ്നം ഉണ്ടായാലും പുരോഹിതന്മാരെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. ചില തടസ്സങ്ങൾ മാറാൻ പുരോഹിതന്മാരുടെ സാന്നിധ്യം വേണം, അവരുടെ കൈവച്ചുള്ള ഒരു പ്രാർത്ഥന വേണം എന്ന് വിചാരിച്ച് എല്ലാ പ്രശ്നങ്ങളും മാറുന്നില്ല. പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോ, നമ്മുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികൾ, ചില തടസ്സങ്ങൾ, ചിലപ്പോൾ നമ്മുടെ ഇടവകയിലെ അച്ഛൻ നമ്മുടെ കുടുംബത്തിൽ വന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വീടിൻ്റെ ചില തടസ്സങ്ങൾ അങ്ങ് മാറിപ്പോകും എന്ന് വിചാരിച്ച് വീടിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറില്ല ആ പ്രാർത്ഥനയിലൂടെ. കാരണം വ്യക്തമായിട്ട് പറയാം, വ്യക്തമായിട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ ചില പ്രാർത്ഥനാ രീതി കൊണ്ട് ചില തടസ്സങ്ങൾ മാറാം. ഒന്നാമത്തെ തടസ്സം ബൈബിളിൽ മാറിയത് വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ കാല് ആ വെള്ളത്തിൽ തൊട്ടപ്പോഴാണ്. എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിരിക്കുകയാണ് മൂന്നാം അധ്യായത്തിൽ 15-16 വാക്യങ്ങളിലാണ്. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുമായിരുന്നു. പുരോഹിതന്മാരുടെ കാല് ആ വെള്ളത്തിൽ തൊട്ടു, സ്പർശിച്ചു, ഇറങ്ങിയിട്ടില്ല, തൊട്ടതേ ഉള്ളൂ. 16 വാക്യം, വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ചു, അവിടെ കൊണ്ട് നിന്നു. എന്നിട്ട് തൊട്ടടുത്തൊരു പട്ടണമാണ് ആദം പട്ടണം. എന്നിട്ട് ഈ വെള്ളം അവിടെ നിന്നതിന് ശേഷം ഒരു ചിറകെട്ടി പോലെ നിന്നു എന്നാണ്. ആ പ്രതിസന്ധി, ആ ഒരു തടസ്സം അവിടെ നിന്നു. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ ശക്തിയോടെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ പല തടസ്സങ്ങളും അവിടെ കൊണ്ട് നിൽക്കും. ഇനി അടുത്തൊരു വചനം ശക്തമാണ്. ഈ വെള്ളം നിൽക്കുമ്പോൾ ഓർക്കണം, അതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം അവിടെ നിൽപ്പുണ്ട്. താഴേക്കുള്ള വെള്ളത്തിന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. താഴേക്കുള്ള വെള്ളത്തിന് സംഭവിച്ചത്, താഴെയുള്ള വെള്ളം അത് നിശേഷം വാർന്നു പോയി എന്നാണ് 16 വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് വാർന്നു പോവുക എന്ന് പറഞ്ഞ അർത്ഥം? വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് ജോർദാൻ നദിയിൽ പുരോഹിതന്മാരുടെ കാല് തൊട്ടപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിന്നു. ആ പ്രശ്നം അവിടെ നിന്നു, ആ തടസ്സം അവിടെ മാറി. പക്ഷെ താഴേക്കുള്ള വെള്ളമോ, ആ പ്രശ്നം വാർന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് നിശേഷം ഇല്ലാതെ. അതായത് പൗരോഹിത്യത്തിൻ്റെ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ചില പ്രശ്നങ്ങൾ നിശേഷം മാറിപ്പോകും. നിശേഷം ചില സങ്കടങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും. എന്നാൽ അടുത്ത കാര്യം ശ്രദ്ധിച്ച്, ഈ ഒരു തടസ്സം മാറിയത് ജോർദാൻ നദിയിൽ പുരോഹിതന്മാരുടെ കാല് തൊട്ടപ്പോഴാണ്. എന്നാൽ അടുത്തത്, പ്രശ്നങ്ങളെല്ലാം മാറിയെന്ന് വിചാരിക്കരുത്, വീണ്ടും തടസ്സങ്ങളുണ്ടായി. 6-ാമത്തെ അധ്യായത്തിലാണ് ദൈവവാഗ്ദാന പ്രകാരം നടന്നു പോകുന്ന ഇസ്രായേൽക്കാർക്കുണ്ടായ തടസ്സമാണ് ജെറീക്കോ പട്ടണം. ജെറീക്കോയുടെ പതനം എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. 6-ാം അധ്യായമാണ്. ഇനി ശ്രദ്ധിക്കണം, ഇവിടെ തടസ്സം ഉണ്ടായപ്പോൾ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റുമതിലെ തൊടാനല്ല പറഞ്ഞ്, ഇവിടെ അടുത്ത തടസ്സം മാറാൻ വേറൊരു വഴിയാണ് ദൈവം പറഞ്ഞു കൊടുത്തത്. ജോഷുവ പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്, ഈ പ്രശ്നത്തിലുള്ള മറുപടി ഇങ്ങനെയാണ്: നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിലൊരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം. തടസ്സം മാറാൻ വേണ്ടി പുരോഹിതന്മാരെ കൊണ്ടുവരാനല്ല പറഞ്ഞേ, നിങ്ങൾ ആ തടസ്സത്തിൻ്റെ മുമ്പിൽ ചുറ്റും നടക്കണം. എന്താ ഈ ചുറ്റും നടക്കുക എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവർ, നമ്മുടെ കുടുംബത്തിൽ ചുറ്റും നടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ചില ശക്തമായ പ്രാർത്ഥനയുടെ കോട്ടയുണ്ടെങ്കിൽ, ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് 10 ദിവസം പ്രാർത്ഥിക്കാത്തവരാണ് നമ്മൾ പലരും. ഒരു ദിവസം പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ചിന്തിക്കുന്നവരാണ്. നമുക്കറിയത്തില്ല നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തി. ഇവിടെ നോക്കിക്കേ, തടസ്സം മാറാൻ വേണ്ടി പറഞ്ഞത് ഇവിടെ പുരോഹിതന്മാരെ, നിങ്ങളൊരു കാര്യം ചെയ്യണം. നമ്മുടെ കുടുംബത്തിലെ തടസ്സം മാറാൻ ഒരു പുരോഹിതൻ വന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, ആ വീട്ടിലുള്ളവർ കുറച്ച് കാര്യം ചെയ്യണം. ആ വീട്ടിലുള്ളവർ നന്നായിട്ട് പ്രാർത്ഥനയുടെ ഒരു കോട്ട കെട്ടണം, നടന്ന് പ്രാർത്ഥിക്കണം.
ചില വ്യക്തികൾ ചില കൗൺസിലിങ്ങിലൂടെ പറയാറുണ്ടല്ലോ, നിങ്ങളുടെ ഭവനത്തിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണമെന്ന്. അത് ദൈവത്തിൻ്റെ ഒരു വാക്കാണ് കേട്ടോ. അതായത് ചില തടസ്സങ്ങൾ നമ്മുടെ ഭവനത്തിന് ചുറ്റും നടന്ന്, നമ്മുടെ ഓരോ മുറിയിൽ കൂടെ നടന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഭവനത്തിലുള്ള തടസ്സങ്ങൾ മാറും. ചുറ്റും നടക്കണം. എത്ര ദിവസം ചെയ്യണം? 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്, 6-ാം അധ്യായം 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം. 6 ദിവസം അങ്ങനെ ചെയ്യണം. അവിടെ തടസ്സം മാറാൻ വേണ്ടി ഒരു പ്രാർത്ഥനാ രീതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്നാമത്തെ തടസ്സം മാറാൻ വേണ്ടി അവിടെ 6 ദിവസം വന്ന് ഇവിടെ പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊടണമെന്നല്ല എഴുതിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞപ്പോൾ 6 പ്രാവശ്യം 6 ദിവസം നടക്കണം. എങ്ങനെ നടക്കണം എഴുതിയിരിക്കുകയാണ് 4-ാമത്തെ വാക്യം. 7 പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കും. കാഹളം മുഴക്കണം. പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കണം. കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം. അതൊരു പ്രാർത്ഥനാ രീതിയാണ്. 6 ദിവസം പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ ശക്തമായി ദിനം പ്രതി പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചൊരു വാക്ക് പറയാം. ഈ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ട്രെയിനിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റ് പോലെയാണ്. എല്ലാ ട്രെയിനും എൻജിൻ കമ്പാർട്ട്മെൻറ്റ് എന്ന ഭാഗമുണ്ട്. അതിൽ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാ കമ്പാർട്ട്മെൻറ്റും. എൻജിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ പവർ മൂലമാണ് എല്ലാ കമ്പാർട്ട്മെൻറ്റും ലക്ഷ്യസ്ഥാനത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത്. എൻജിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റും എൻജിൻ കമ്പാർട്ട്മെൻറ്റിനോട് കണ്ണികളായിട്ടാണ് വെച്ചിരിക്കുന്നത്, ചേർത്ത് വെച്ചിരിക്കുക. ഇനി നിങ്ങളൊരു കാര്യം കേട്ടെ, നമ്മളുടെ കുടുംബത്തിലെ പ്രാർത്ഥന നമ്മളവിടെ വെറും കാഴ്ചക്കാരാണ്. നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ കണ്ണികളല്ല, വെറും കാണികളാണ്. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കും, എന്നാ പ്രാർത്ഥിക്കുന്നത് നമുക്ക് പോലും അത്ര ഒരു അറിയില്ല. നമ്മളൊരു ഓളത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പകുതി ഉറങ്ങിയും പകുതി ക്ഷീണിച്ചും പകുതി മന്ദിപ്പും മരവിച്ചും നമ്മളൊരു ഓട്ടോമാറ്റിക്കായിട്ടൊരു റോബോട്ട് പോലെ നമ്മളവിടെ ഇരിക്കുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷെ നമ്മൾ അതിനകത്തൊരു കണ്ണിയല്ല, അതിനകത്ത് ചേർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് ട്രെയിനിനെ എത്തിക്കുന്നത് എൻജിൻ കമ്പാർട്ട്മെൻറ്റിനോട് കണ്ണി ചേർത്തിട്ടിരിക്കുന്ന എല്ലാ കമ്പാർട്ട്മെൻറ്റും എത്തും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും അതിനകത്തൊരു കണ്ണികളാകണം. ഒരു വീട്ടിൽ 5 പേരുണ്ട്, 5 പേരും അതിനകത്ത് കണ്ണികളാകണം. 3 പേര് പ്രാർത്ഥിച്ചു, 2 പേര് പിന്നെ വരുള്ളൂ, അവർ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങും. അങ്ങനെയല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പല അഭിഷേകവും കെട്ടുപോയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ നോക്കിക്കേ, 6 ദിവസം നിങ്ങൾ ഈ രീതിയിൽ പ്രാർത്ഥിച്ചാൽ തടസ്സം മാറും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട, 2 തടസ്സങ്ങൾ 2 രീതിയിലാണ് മാറിയത്. തടസ്സം മാറാൻ വേണ്ടി ഒരേ ഒരു വിദ്യ അല്ല പറഞ്ഞു കൊടുത്തത്, ഒരു പ്രാർത്ഥനാ രീതിയല്ല പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ പ്രാർത്ഥിച്ച എല്ലാ തടസ്സവും മാറിക്കോളും കേട്ടോ. ഓരോ തടസ്സങ്ങളും മാറാൻ ഓരോ വഴികളാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുത്തത്. ഇത് കാണിച്ചു കൊടുത്തത് എന്തിനാണെന്നറിയോ? ഇത് നമുക്കൊരു പാഠമാകാനാ. നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകും, ഉറപ്പാണ്. തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എല്ലാത്തിനും തടസ്സങ്ങൾ. ജോലി തടസ്സം വരാം, വിവാഹ തടസ്സം വരാം, വീട് വെക്കാൻ തടസ്സം വരാം, സ്ഥലം വിൽക്കാൻ തടസ്സം വരാം. പക്ഷേ ഇതിനെല്ലാം നമ്മൾ കൈക്കൊള്ളേണ്ട നിലപാട് ഓരോ രീതിയിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. 2 തടസ്സങ്ങൾ 2 രീതിയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് മാറിയത്. 2 രീതിയിൽ ഒന്നാമത്തെ മാറിയത് പുരോഹിതന്മാരുടെ സാന്നിധ്യവും അവരുടെ പാദസ്പർശനോടെ ഉണ്ടായപ്പോൾ ആ തടസ്സം മാറി. രണ്ടാമത്തേത് അവരോട് പറഞ്ഞു, നിങ്ങളതിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം, കാഹളം മുഴക്കണം. എന്താണ് കാഹളം മുഴക്കുക എന്ന് പറഞ്ഞാൽ? കാഹളം മുഴക്കുന്നത് ഒരു പ്രയർ രീതിയാണ്. കാഹളം മുഴക്കുക, ഒച്ചത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ, നമ്മുടെ വീട്ടിൻ്റെ എല്ലാ മുറികളും കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലെ വായുവിൽ പോലും പ്രയറിൻ്റെ ആ ഒരു ശക്തി നിറഞ്ഞിരിക്കും. നമ്മുടെ പ്രാർത്ഥന ശക്തിപ്പെട്ടാൽ നമ്മുടെ അന്തരീക്ഷത്തിൽ പോലും ആ പ്രാർത്ഥനയുടെ അംശമുണ്ട്. അതാണ് ചില വീട് ചെറുതാണെങ്കിലും ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷം. ചില വീട് വലിയ വീടാണെങ്കിലും നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് പോയേക്കാം, നമുക്ക് പോകാമെന്ന് പറയാൻ തുടങ്ങും. അന്നേരം തന്നെ ആൾക്കാർ നമുക്കെന്നാൽ പോയാലോ, നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂർ ഇരിക്കാമെന്നോർത്തായിരിക്കും ആ വീട്ടിൽ ചെന്ന്. വലിയ വീടൊക്കെ ആണെങ്കിലും നല്ല ഇരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടെങ്കിലും നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ പാടെ നമ്മുടെ ആൾക്കാർ തന്നെ നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്ക് നോക്കിയിട്ട് വന്നാൽ പോയാലോ തൊട്ട് നമ്മൾ വേഗം അവിടെ നിറങ്ങും. ചില വീട്ടിൽ നമ്മൾ 10 മിനിറ്റത്തേക്ക് ചെല്ലും, പക്ഷെ നമ്മൾ 1.5 മണിക്കൂർ ചിലപ്പോൾ അവിടെ ഇരുന്ന് സംസാരിക്കും, നമുക്കെന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ. അങ്ങനെ ചില വീട്ടിൽ ചെന്നാലുണ്ട്, ചില വ്യക്തികളുടെ അടുത്തുണ്ട്. അതൊരു പ്രയറിൻ്റെ ഗുണമാണ്. പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥനയുടെ അഭിഷേകം നിറഞ്ഞു നിൽക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലൂടെ അഭിഷേകം നിറഞ്ഞു നിൽക്കും. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ എല്ലാവരും കൊല്ലാൻ നോക്കും. അത് ബൈബിൾ സാമുവേലിൻ്റെ പുസ്തകത്തിൽ ദാവീദ് നല്ല പ്രാർത്ഥിക്കുന്നയാളാണ്. അതിനകത്ത് ബൈബിളിൽ ഒരു ഭാഗമുണ്ട്, ഞാൻ എടുക്കുന്നില്ല. സാമുവേലിൻ്റെ പുസ്തകത്തിലാണ്, സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിലാണ്. അവിടെ സാവൂളിന് ദൈവാത്മാവ് സാവൂളിൽ നിന്ന് വിട്ടുപോയി. സാവൂളിൽ നിന്ന് വിട്ടുപോയപ്പം സാവൂളിൽ ഒരു ദുരാത്മാവ് കയറിക്കൂടി.
അപ്പോൾ സാവൂളിൻ്റെ സ്വഭാവത്തിൽ മാറ്റം, പെരുമാറ്റത്തിൽ മാറ്റം, ആകെ പ്രശ്നമായപ്പം കൊട്ടാരത്തിൽ ചില ആളുകൾ രാജാവിനെ ഉപദേശിച്ചു. ഈ രാജ്യത്തിൽ ഒരു ദൈവപ്രീതി കിട്ടിയ ഒരാളുണ്ട്. സാവൂൾ രാജാവിനോട് ഉപദേശിക്കുകയാണ്. ഉപദേശകന്മാർ പറയാണ്, അവനെ കൊണ്ടുവന്നിട്ട് കിന്നരം വായിക്കുവാണെങ്കിൽ സാവൂളെ നിൻ്റെ ഉള്ളിൽ നിന്ന് തിന്മ വിട്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദാവീദിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച്, ദൈവാത്മാവുള്ള മനുഷ്യൻ, നല്ല പ്രയറുള്ള ദാവീദ്, നല്ല ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ദാവീദ്, ആ ദൈവത്തിൻ്റെ ഒരു പ്രീതി കിട്ടിയ ദാവീദ് കൊട്ടാരത്തിൽ വന്ന് രാജാവിന് തിന്മയുടെ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ കൊട്ടാരത്തിലിരുന്ന് ദാവീദ് കിന്നരം വായിക്കും. കിന്നരം വായിക്കുമ്പോൾ സാവൂളിൽ നിന്ന് തിന്മ വിട്ടുപോകും, സാവൂളിന് ആശ്വാസം ലഭിക്കും. അപ്പോൾ ദാവീദിലൂടെ സാവൂളിന് വിടുതലുണ്ടായി. ആ കൊട്ടാരത്തിലിരുന്ന് പ്രാർത്ഥിച്ചപ്പം, അതായത് നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ ഒരാളുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ആ ഒരൊറ്റ വ്യക്തിയിലൂടെ ഉണ്ടാകുന്ന പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും തടസ്സങ്ങളും നമ്മൾ മാറുന്നുണ്ട്. ചില മാതാപിതാക്കൾ പറയും, എൻ്റെ അമ്മ എപ്പോഴും പള്ളി എന്ന് പറഞ്ഞ് നടക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് നടക്കുക. എന്തുകൊണ്ടാണ് ഈ ആൾ തിരിച്ചറിയാത്തത്? എനിക്കിന്ന് നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിവ് മാത്രമല്ല, എൻ്റെ അമ്മയുടെ ഒരു ശക്തമായ പ്രാർത്ഥന എൻ്റെ പിന്നിലുണ്ട്. അതിലൂടെ കിട്ടി. ദാവീദ് ആ കൊട്ടാരത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ സാവൂളിനുള്ളിലുള്ള ആ തിന്മ വിട്ടുപോയി. ഇനി ഒരു പ്രത്യേകം ബൈബിളിൽ കുറച്ചുകൂടെ മുന്നോട്ട് വായിക്കുമ്പോൾ ഈ സാവൂൾ തന്നെ ഒരു കുന്ത് പറഞ്ഞു ഇവനെ കൊല്ലാൻ വേണ്ടി. ആരെ കൊല്ലാൻ വേണ്ടി? പ്രാർത്ഥനയുള്ള, ദൈവകൃപയുള്ള, ദൈവപ്രീതിയുള്ള, പരിശുദ്ധാത്മാവിൻ്റെ നിറമുള്ള, അവൻ വേറൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, കിന്നരം വായിച്ച് ആ വ്യക്തിയെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അവനൊരു ആശ്വാസം കൊടുത്തിട്ടേ ഉള്ളൂ. അവനെ കൊല്ലാൻ വേണ്ടി കുന്ത് പറഞ്ഞു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്ന് കുന്ത് എറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പല രീതിയിലും പ്രാർത്ഥിക്കുന്ന ഒരാളൊരു നാട്ടിലുണ്ടെങ്കിൽ എല്ലാവരും കുതിര കയറുന്ന അയാളുടെ പുറത്തായിരിക്കും. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ എല്ലാ കുറ്റവും അയാളുടെ പുറത്തേക്ക് അങ്ങ് വെക്കും. ഒരു നാട്ടിൽ ചെന്നാലോ കുറ്റക്കാരനാരാ? ഏറ്റവും കുറ്റക്കാരനൊക്കെ അവിടുത്തെ വലിയ ആളായിരിക്കും. പക്ഷേ അവൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനായിരിക്കും. എല്ലാ കുറ്റവും എല്ലാവരും കളിയാക്കുന്ന അവൻ്റെ പുറത്തായിരിക്കും. ആരും പേടിക്കണ്ട. സാവൂൾ ദാവീദിനെ കൊല്ലാൻ വേണ്ടി കുന്ത പറഞ്ഞിട്ട് അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്നത് അതൊന്നും അവൻ്റെ ദേഹത്ത് കൊണ്ടിട്ടില്ല. പ്രാർത്ഥിക്കുന്നവനെ തൊടാൻ പോലും പറ്റില്ല. പ്രാർത്ഥിക്കുന്നവനെ ആർക്കും തൊടാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും പൈസയുള്ളവനെ ആർക്കും തൊടാൻ പറ്റിയാലായിരിക്കും, നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആർക്കും തൊടാൻ പറ്റില്ല. എന്നാൽ ഇതൊന്നുമല്ല, അവരെയൊക്കെ തൊടാൻ പറ്റും. പ്രയറുള്ള, പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയെ ആർക്കും തൊടാൻ പറ്റില്ല. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതല്ല. എങ്കിലും പറയട്ടെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, നമ്മുടെ തടസ്സങ്ങളും മാറാൻ ഒരു വഴി നമ്മുടെ നല്ല പ്രയറാണ്. അത് നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മനസ്സറിഞ്ഞ് വിളിച്ചാൽ ആ തടസ്സം മാറും. എന്നാൽ ഇനി കേട്ടെ, മൂന്നാമത് ഇനിയൊരു പ്രശ്നമുണ്ട്, ഒരു തടസ്സം വന്നു. അത് ആഖാനുമായി ബന്ധപ്പെട്ടതാണ്. അതവർ ചെയ്ത ഒരു പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടായ തടസ്സമാണ്. അതിനെ ആ തടസ്സം മാറാൻ വേണ്ടി ചെയ്തത് ദൈവവചനം അവരോട് പറഞ്ഞത്, അത് 7-ാം അധ്യായം, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗമാണ്. അതെടുത്തു മാറ്റുന്നത് വരെ, ചില പാപങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നത് വരെ, ചില തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുന്നത് വരെ ഈ തടസ്സം മാറില്ല എന്ന് പറഞ്ഞു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദൈവവചനത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുണ്ട്. അനേക ആളുകൾ ചില തടസ്സങ്ങളിലൂടെ കടന്നു പോകാത്ത എന്നറിയോ, തടസ്സങ്ങൾ മാറാത്ത എന്നറിയോ, അവരുടെ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയോ ആ പാപം എടുത്തു മാറ്റുകയോ ചെയ്യില്ല. അനുദപിക്കും, കുമ്പസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത് എടുത്തു മാറ്റത്തില്ല. എടുത്തു മാറ്റുന്ന അനേകം ആളുകളുടെ ജീവിതം നോക്കി നിൽക്കുമ്പം വളരുന്നതും ഉയരുന്നതും രക്ഷപ്പെടുന്നതും കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തടസ്സങ്ങൾ, ജീവിതത്തിൻ്റെ തടസ്സങ്ങളെ ഓർത്ത് പിറുപിറുക്കാനല്ല, അത് നമ്മൾ ഈ 3 രീതിയിൽ പ്രാർത്ഥിച്ചാൽ അത് മാറും. ഒന്നാമത്തേത്, നമ്മുടെ കുടുംബത്തിൽ ചില പുരോഹിതന്മാരുടെ നല്ല പ്രാർത്ഥന കിട്ടുമ്പോൾ, നമ്മുടെ ഇടവകയിലെ അച്ഛൻ നമ്മുടെ വീട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ചില വൈദികരുടെ തലയിൽ കൈവച്ച് ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥന കിട്ടുമ്പോൾ നമ്മുടെ തടസ്സം മാറും. രണ്ടാമത്തെ തടസ്സം മാറുന്നത് നമ്മുടെ കുടുംബത്തിൽ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയുടെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയുമ്പോഴുമായിരിക്കും. മൂന്നാമത്തെ തടസ്സം മാറുന്നത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് നമ്മളിലെ ചില പാപങ്ങൾ വേരോടെ പിഴുതുകളഞ്ഞ് ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അങ്ങ് തടസ്സങ്ങൾ മാറുന്നത്. ഈ തടസ്സങ്ങൾ ഈ 3 രീതിയിൽ നമുക്ക് മാറ്റാൻ കഴിയും. അതുകൊണ്ട് ജീവിതത്തിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, തടസ്സങ്ങളുണ്ട്, പ്രശ്നമുണ്ട്, വീടിരിക്കുന്ന സ്ഥലത്ത് പ്രശ്നമാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമിക്കരുത്. നമ്മൾ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. കാരണം എന്നറിയോ, ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു സാധാരണ കറണ്ടിൻ്റെ ലൈറ്റ് കൊടുത്തിട്ട് വിരിയിച്ച ഈ സാധാരണ കോഴിമുട്ടകൾ, ഇറച്ചിക്കായിട്ട് ഉപയോഗിക്കുന്ന കോഴികൾ മുട്ട വിരിയിച്ചെടുക്കുന്ന ലഗോൺ കോഴിയുടെ കുഞ്ഞിനെ കാണിച്ച്, വേറൊരാൾ ഒരു സാധാരണ നാടൻ കോഴിയുടെ കുഞ്ഞിനെയും കാണിച്ച്
എന്നിട്ട് ഇങ്ങനെ എന്നോട് ചോദിച്ചു, അച്ഛാ, ഒരു പ്രതികൂലം വന്നാൽ ആര് രക്ഷപ്പെടും? ഈ 2 കോഴി കുഞ്ഞുങ്ങളിൽ ഏത് കൂട്ടർ രക്ഷപ്പെടും? അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അറിയാൻ പറ്റും, ഒരു കാക്ക വന്നാൽ, പരുന്ത് വന്നാൽ, ഒരു കുറുക്കം വന്നാൽ, ഒരു ആക്രമണം വന്നാൽ ഈ കരണ്ട് വച്ച് വിരിയിച്ചെടുത്ത ഈ കോഴിക്കുഞ്ഞുങ്ങൾ എന്തായാലും ഇതിൻ്റെ ആക്രമണത്തെ ഇരയായി മാറും. എന്നാൽ തള്ളയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് കാക്ക വന്നാൽ, ഒരു കീരി വന്നാൽ, ഒരു പരുന്ത് വന്നാൽ അന്നേരെ ആ തള്ളക്കോഴിയുടെ ചിറകിൽ അഭയം പ്രാപിക്കും. അതായത് നമ്മൾ എന്ത് പ്രശ്നം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ തടസ്സങ്ങളാണെന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ, വീടിന് തടസ്സമാണോ, വ്യക്തിക്ക് തടസ്സമാണോ, എന്താ പ്രശ്നം നമുക്ക് തന്നെ അറിയാതിരിക്കുമ്പോൾ, ഇതെല്ലാം ഒറ്റ വഴിയുള്ളൂ എല്ലാ പ്രശ്നങ്ങളും മാറാൻ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിക്കുക. ആ വ്യക്തി പറഞ്ഞിങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കാട്ടുതീ, മലയിലുള്ള പറമ്പിൽ കാട്ടുതീ വന്നപ്പോൾ ഒരു കാട്ടുകോഴി ചത്ത് ഇങ്ങനെ കിടക്കുവാണ്. അതിന് ഈ പൊള്ളലേറ്റിട്ട് ഈ ചത്തതാണ്. എങ്ങനെ ചത്തുന്നത്? അപ്പോൾ അയാളൊരു വടി കൊണ്ട് ഈ ചത്തുപോയ കോഴി അങ്ങോട്ട് മാറ്റിയിടാൻ വേണ്ടി കമ്പ് കൊണ്ട് ഇതിനെ തട്ടിയിട്ടപ്പോൾ അതിൻ്റെ അടിയിൽ 2 കുഞ്ഞുങ്ങളിരുന്ന് ചത്ത്, 2 കുഞ്ഞുങ്ങൾ അതിനകത്തിരുന്ന് ഇങ്ങനെ പൊള്ളലേറ്റ് ചത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ചിറകിൻ്റെ അടി? അയാളിങ്ങനെ ചിന്തിച്ചു, എന്തോ ഒരു ഓടി വന്നപ്പോൾ അവസാനം ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ ഈ തള്ളക്കോഴി മിക്കവാറും ഈ കുഞ്ഞുങ്ങളെയും കൂടെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കി, അതാണ് ഈ ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഏത് പ്രശ്നം വന്നാലും ഈ കോഴിക്കുഞ്ഞ് ഈ തള്ളയുടെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചതുപോലെ നമ്മുടെ ദൈവം നമുക്കൊരു പ്രത്യേക സംരക്ഷണം ഉറപ്പും തരുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഓർത്ത് വിഷമിക്കരുത്. നമുക്കത് പ്രാർത്ഥിച്ചാൽ ആ തടസ്സങ്ങളെ മാറ്റാൻ കഴിയും. ഈ നിമിഷങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളോ ഏതെങ്കിലും തടസ്സങ്ങളെക്കുറിച്ച് വിഷമിച്ചിരിക്കുവാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, നമ്മുടെ കുടുംബത്തിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, നമ്മൾ നന്നായിട്ടൊന്ന് കുമ്പസാരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചു വന്നാൽ 100% ഈശോയുടെ നാമത്തിൽ ഉറപ്പ് പറയാം, നമ്മുടെ തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറും. അതുകൊണ്ട് തടസ്സങ്ങളെ ഓർത്ത് വിഷമിക്കാനല്ല ദൈവത്തിൻ്റെ ദൂത്. പ്രശ്നങ്ങളിൽ ദൈവത്തിൽ ആശ്രയിക്കുക. അതിനുവേണ്ടിയുള്ള നല്ലൊരു കൃപ ഈ ദൈവവചനത്തിലൂടെ ദൈവം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ഒക്കെ ദൈവം നൽകും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഏറെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ.